ഹായ്, ഞാൻ പാർവതി. ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഇൻസ്ട്രക്ടറാണ്, പെർഫോമറും കൂടിയാണ്. ആലുവയിൽ നാട്യക്കളരി എന്നൊരു സ്ഥാപനം നടത്തുന്നു. ആലുവയിൽ മാത്രമല്ല, കർണാടകയിലും നാട്യക്കളരിക്ക് ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എല്ലാം കുട്ടികൾ നാട്യക്കളരിയിൽ ഓൺലൈനായിട്ട് നൃത്തം പഠിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഡിഗ്രി BSc കെമിസ്ട്രി ഞാൻ 2002 പാസ്ഔട്ടായി. പിന്നീട് ഞാൻ BA ഭരതനാട്യം ചെയ്തു 2005. 2010 ഞാൻ MA ഭരതനാട്യം പാസ്ഔട്ടായി. ഇപ്പോൾ 2024 ഞാൻ ഇഗ്നുവിൽ ലേൺവൈസിൻ്റെ കീഴിൽ MA സൈക്കോളജിക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലം കൊണ്ടാവാം പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്ന ഒരു ആഗ്രഹം എന്നും ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോഴ്സിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന മറ്റൊരു വില്ലൻ റെഗുലർ ക്ലാസ്സാണ്. ഈ പ്രൊഫഷൻ എടുക്കുക റെഗുലർ ക്ലാസ് എനിക്ക് ഒട്ടും പോസിബിൾ ആയിരുന്നില്ല. ഇഗ്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ MAക്ക് ജോയിൻ ചെയ്യണം എന്ന് വന്നപ്പോൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് മാത്രമാണ് വഴി എന്ന് വന്നപ്പോൾ ഇഗ്നുവിനെ പറ്റി അന്വേഷിച്ചു. അപ്പോഴാണ് ഇഗ്നു ഒരു വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്നും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്നും നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് ചാൻസലർ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീരുമാനിച്ചു എൻ്റെ അടുത്ത MA ഇഗ്നുവിൽ തന്നെയാണ്. പിന്നീടുണ്ടായ ഡൗട്ട്, ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇങ്ങനൊരു കോഴ്സിന് ചേർന്നാൽ അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതായിരുന്നു. ഉടനെ ഗൂഗിൾ സെർച്ച് ചെയ്തു. പല ക്ലാസ്സുകൾ MA സൈക്കോളജി ഞാൻ കേട്ടു. അതിൽ ഞാൻ ലേൺവൈസിൻ്റെ ക്ലാസ്സുകളും കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലേൺവൈസിൻ്റെ ക്ലാസ്സോട് കൂടി എനിക്ക് മനസ്സിലായി എനിക്ക് നല്ല മാർക്കോട് കൂടി തന്നെ MA സൈക്കോളജി പാസ്സാവാൻ കഴിയുമെന്ന്. അങ്ങനെ ഞാൻ ലേൺവൈസായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ മെൻറ്റർ കൂടെ ഉള്ള രീതിയിൽ നമുക്ക് കോഴ്സ് എടുക്കാം, മെൻറ്റർ കൂടെ ഇല്ലാതെ എടുക്കാം. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും എൻ്റെ കൂടെ ഒരു മെൻറ്റർ വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വൈഷ്ണവി മാമിനെ എനിക്ക് മെൻറ്ററായിട്ട് കിട്ടി. അങ്ങനെ ഞാൻ ലേൺവൈസിൽ അഡ്മിഷൻ എടുത്തു. എന്നെ ഗൈഡ് ചെയ്യാൻ എൻ്റെ കൂടെ ഒരു മെൻറ്ററുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇഗ്നുവിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്ന പലരും കുറച്ച് പേര് ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു കോഴ്സിന് ചേരുക. കുറച്ച് പേരുടെ സമയം, സാഹചര്യം ഇതെല്ലാം ബുദ്ധിമുട്ടിലാകുമ്പോഴാണ് ഇങ്ങനൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് കോൺഫിഡൻസ് കൂടാൻ ലേൺവൈസിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് സഹായകമാകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല നമ്മുടെ മെൻറ്റർ നമുക്ക് വരുന്ന സംശയങ്ങൾ ഈ സ്കൂൾ കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ ലേൺവൈസിൻ്റെ കൂടെയുള്ള യാത്ര തുടങ്ങിയപ്പോൾ എൻ്റെ MA മോഹം MA സൈക്കോളജി എന്നുള്ളൊരു മോഹത്തിൽ നിന്നും അത് PhDയിലേക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷൻ, എൻ്റെ പ്രോഗ്രാം എല്ലാം വളരെ തിരക്കുള്ളതാണ്. ആ തിരക്ക് മനസ്സിലാക്കി തന്നെയാണ് എൻ്റെ മെൻറ്റേഴ്സ് എൻ്റെ ക്ലാസ്സസ് എടുത്തു പോകുന്നത്. പലപ്പോഴും ലൈവ് സെഷൻ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ മറ്റുള്ളവർ പോകുന്ന ആ സ്പീഡിൽ ഒരു പക്ഷേ എൻ്റെ പ്രോഗ്രാം കാരണം കൊണ്ട് എൻ്റെ ക്ലാസ്സസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും എല്ലാ ടെസ്റ്റുകളും എല്ലാ അറ്റംപ്റ്റും ഫുൾ സ്കോറിലൂടെയാണ് ഞാൻ ഇതുവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളരെ ഒരു 98% കാരണവും ലേൺവൈസ് തന്നെയാണ്, എൻ്റെ മെൻറ്റേഴ്സ് തന്നെയാണ്. നൃത്തം ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു പോസിറ്റീവായിട്ട് എന്ന് ഞാൻ ഒരുപാട് കാലം മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും അതിൽ റിസർച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് ലേൺവൈസാണ് എനിക്ക് റിസർച്ചിലേക്കുള്ളൊരു പാത എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത മനസ്സിലുണ്ടാക്കിയത് ലേൺവൈസാണ്. എന്തായിരുന്നാലും ഇഗ്നുവിനോടൊപ്പം ലേൺവൈസിലൂടെയുള്ള എൻ്റെ MA സൈക്കോളജി എന്ന എൻ്റെ തീരുമാനം 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.